എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് ഇടയായി. അതൊരു മേച്ചേരി ജോമോൻ ചേട്ടൻ്റെ വീടാണ്. പക്ഷെ ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ നമ്മളെ വീടുകളിൽ നിന്നുള്ളൊരു വ്യത്യാസം തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ഗേറ്റ് കടന്ന അപ്പം തുടങ്ങിയിട്ടുള്ള കുറേ ചെടികളും ഫ്രൂട്ട്സുകളുടെ മരങ്ങൾ, അങ്ങനെ എന്താ പറഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇത് കണ്ടത് നമ്മൾ ചാലക്കുടി പുഴയാണ്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് എണീറ്റ് പോകാൻ തോന്നില്ല, അത്ര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ, അപ്പോൾ ഈ ചേട്ടൻ്റെ പറമ്പിലുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ, ആ ചേട്ടൻ്റെ നമുക്ക് ഈ ഇവിടുന്ന് നമുക്ക് കാണാൻ, അത് ചാലക്കുടി പുഴയെ ആസ്വദിക്കാനായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ആ ഭംഗി എന്താണ്, അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മറ്റേ മൊത്തത്തിൽ ചെയ്യാറുണ്ട്. പറയുമ്പോൾ ആൾക്കാർക്ക് മാംഗോസ്റ്റിനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചേട്ടൻ്റെ ഈ പറമ്പിലുള്ളൊരു മരമാണ്. ഇതുപോലത്തെ ഒരു 14 മരമുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ നല്ലൊരു വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഇങ്ങനത്തെ പലതര ഫ്രൂട്ട്സുകൾ, ചെടികൾ, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാണിച്ചു. ഇത് ബംബ്ലൂസ് നാരങ്ങ എന്ന് പറയും. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പേരാണോന്ന് അറിയില്ല. അതിൻ്റെ തൊട്ട് ബാക്കിൽ മാംഗോസ്റ്റി ഉണ്ട്. പിന്നെ ഇത് തൊട്ട് ബാക്കിൽ പേരയ്ക്കുണ്ട്, ചാമ്പ. ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കറിയാവുന്ന പേരാണ്. ഇത് ഈ വലുപ്പമുള്ള ചാമ്പിയാണ്, നല്ല വലുപ്പമുണ്ട്. ഇതിൻ്റെ മരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പേരയ്ക്കുണ്ട്. ഇതിൽ പേരയ്ക്കയുടെ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞ് വലിപ്പവും വയ്ക്കില്ല. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ആ ഒരു പറമ്പാണ് ഇത്. നമ്മളിപ്പോൾ നാട്ടിൽ കാണാനായിട്ട് കൊതിക്കുന്ന ഒരു സംഭവമാണ് കശുമാങ്ങ. കശുമാവിൻ്റെ മരമാണ്. മാങ്ങ ഇല്ല, അവിടെ ഇവിടെയൊക്കെ ഓരോന്നുള്ളൂ. അപ്പോൾ ഇതറിയാത്തവർക്കാണെങ്കിൽ ഇതാണ് കശുമാങ്ങ ഉണ്ടാവുന്ന കശുമാവ്. പിന്നെ ഏകദേശം ഒരു 50% ഈ പറമ്പിൽ മൊത്തം ജാതിയാണ്. മറ്റേ മൊത്തത്തിൽ ചെയ്യാറുണ്ട്. പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഈ ജോമോൻ മേച്ചേരി എന്ന് പറഞ്ഞ ചേട്ടൻ ഈ ചേട്ടനാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെയാണ് ഈ ഞാൻ കാണിച്ചു തന്ന ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ചേട്ടൻ്റെ ഇവിടെ മാംഗോസ്റ്റി ഉണ്ട്. അപ്പോൾ നമുക്കത് നാച്ചുറലായിട്ട് അതിൽ മരുന്നുകളോ കെമിക്കലോ ഒന്നും ചേർക്കാത്ത മാംഗോസ്റ്റിനാണ്. അപ്പോൾ ആരെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഈ ചേട്ടൻ വിളിച്ചാൽ മതി. അപ്പോൾ ഈ ചേട്ടൻ കുറേ ഓർഡറുകളൊക്കെ ഉണ്ട്, കുറേ വീടുകളിൽ നിന്നും കുറേ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഓർഡറുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചേട്ടനാണ് ഇതിൻ്റെ മൊത്തത്തിൻ്റെ മുതലാളി, ഓണർ. അപ്പോൾ ഈ ചേട്ടൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് റംബൂട്ടാൻ. ഇപ്പോൾ റംബൂട്ടാൻ്റെ എനിക്ക് വെറൈറ്റി 2-3 ടൈപ്പ് റംബൂട്ടാനുണ്ട് ഇവിടെ. സ്ട്രോബെറി പേരാന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. സ്ട്രോബെറിയുടെ തന്നെ ഒരു വെറൈറ്റി മോഡലാണ്. ഇതുപോലെ കായ ഉണ്ടായിട്ടുണ്ട്. കായ ഇവിടെ ജസ്റ്റ് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് മംഗോസ്റ്റീൻ ആ ചേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയായാലും ഇവിടെ വരെ വന്നതിന് മെച്ചമുണ്ടായി. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് ഇനി മംഗോസ്റ്റീൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ ചേട്ടൻ്റെ ഞാൻ നമ്പർ അതിൽ കൊടുക്കാം. അപ്പോൾ ആ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് ഒരു വളമോ കെമിക്കലോ ഒന്നും ആഡ് ചെയ്യാത്ത മംഗോസ്റ്റീൻ ഇവിടെ കിട്ടും, മിതമായ വിലയിൽ.
ഒരു അക്കുറിയാക്കി മറ്റേ അടിച്ചടിച്ച് കണ്ട തീറ്റ കുറച്ച് അതിന് പാലടിച്ച് ഗൗരാമിയാണത് അതിനെടുക്കണ ഇതിനെടുത്ത മാഷ അതിനെ ഇവ വെട്ടിയതാണ് പാല്. അപ്പോൾ ഓക്കെ ചേട്ടാ.